അപ്പൊ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് നെന്മാറ വല്ലങ്ങി വേല നടക്കുന്ന നെല്ലിക്കുളങ്ങര ഭഗവതിയുടെ മുന്നിലാണ്. യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒരുപാട് ആളുകളാണ് നമ്മളുടെ കേരളത്തിൽ അങ്ങും ഇങ്ങുമുള്ള ഒരുപാട് ആളുകളാണ് നമ്മളോട് ഇതിനെപ്പറ്റി അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ അതിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഫ്രണ്ട്സ്, ഏപ്രിൽ 3-ാം തീയതി, അതായത് മീനം 20-ാം തീയതിയാണ് വേല വരുന്നത്. ആനകളുടെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആണിമരക്കുന്ന ഗജകേരമയുടെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നമ്മുടെ ചാനലിൽ കാണുക. ഫ്രണ്ട്സ്, ഏപ്രിൽ 3-ാം തീയതിയുള്ള മെയിനായിട്ടുള്ള പ്രോഗ്രാം എല്ലാവർക്കും അറിയേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴാണ് എഴുന്നള്ളത്ത് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നെന്മാറ ദേശത്തിന്റെ എഴുന്നള്ളത്ത് രാവിലെ സ്റ്റാർട്ട് ചെയ്ത് 11 മണിക്കാണ്. രാവിലെ 11 മണിക്കാണ്. 11 മണിക്ക് കോലം കയറ്റി പഞ്ചവാദ്യത്തോടുകൂടി എഴുന്നള്ളത്ത് സ്റ്റാർട്ട് ചെയ്യും. വാദ്യകലയിലെ സൂര്യ തേജസ് ശ്രീ ചോറ്റാനിക്കര അമ്മയുടെ മാനസപുത്രൻ സുഭാഷ് മാരാൻ നയിക്കുന്ന മേജർ സെറ്റാണ് പഞ്ചവാദ്യത്തിനായിട്ട് അണിനിരക്കുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, ഈ നമ്മളെ എഴുന്നള്ളത്തിന്റെ കാര്യം പറഞ്ഞു. എഴുന്നള്ളത്ത് കോലം കയറ്റി പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളത്ത് ഇരു ദേശക്കാരന്റെയും മൂലസ്ഥാനമുണ്ട്. അപ്പൊ നെന്മാറ ദേശത്തിന്റെ മൂലസ്ഥാനം വരുന്നത് കുറച്ച് 1 കിലോമീറ്റർ അപ്പുറത്തായിട്ടാണ് വരുന്നത്. വേട്ടക്കരുമൈൻ ക്ഷേത്രം എന്ന് പറയും. അവിടെ ഒരു മന്നത്താണ്. അവിടെ വെച്ചിട്ടാണ് ഇത് എഴുന്നള്ളത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഏകദേശം 4:30 മേള കലാരത്നം ശ്രീ കലാമണ്ഡലം ശിവദാസ് നയിക്കുന്ന 120-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ഡ്യമേളവും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടുകൂടി ഗജവീരന്മാര് നമ്മുടെ ഈ നെല്ലിക്കുളങ്ങര ഈ വേല അമ്പലത്തിന് പന്തലിൽ വന്ന് അണിനിരക്കും. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ മെയിനായിട്ട് കാത്തിരിക്കുന്നത് വെടിക്കെട്ടാണ്. വെടിക്കെട്ട് ഏകദേശം ഒരു 6 മണിക്ക് ശേഷമായിരിക്കും വെടിക്കെട്ട്. ഇരു ദേശത്തിന്റെയും വെടിക്കെട്ട് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിപ്പോ നെന്മാറ ദേശത്തിന്റെയാണ് പറഞ്ഞത്. നമ്മൾ വല്ലങ്ങി ദേശത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതേ സെയിം ടൈമൊക്കെ തന്നെയാണ്. ഏകദേശം 11:30 വല്ലങ്ങി ശിവക്ഷേത്രത്തിൽ വെച്ചായിരിക്കും വല്ലങ്ങി ദേശത്തിന്റെ എഴുന്നള്ളത്ത്, അത് കോലം കയറ്റി പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടുകൂടി എഴുന്നള്ളത്ത് അവിടെ തന്നെ സ്റ്റാർട്ട് ആവുന്നത്. ശിവക്ഷേത്രത്തിൽ നിന്ന് രാവിലെ 11:30 ആരംഭിച്ച എഴുന്നള്ളത്ത് സ്റ്റാർട്ടായി ഏകദേശം ഒരു 4:30 പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരുടെ നേതൃത്വത്തിൽ അണിനിരക്കുന്ന കലാകാരന്മാരുടെ പാണ്ഡ്യമേളത്തിന്റെ അകമ്പടിയോടുകൂടി, അതായത് പന്തലില് ഗജവീരന്മാർ വന്ന് അണിനിരക്കും. അതോടുകൂടി നമ്മുടെ നെന്മാറ വേല സ്റ്റാർട്ടായി തന്നെ പറയാം. അപ്പൊ ഫ്രണ്ട്സ്, എല്ലാവരും കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. 2 ദിവസത്തിന് മാറി മാറി പറയുമ്പോൾ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ചുരുക്കി പറയാം. അപ്പൊ അതായത് ഏകദേശം 11 മണിയോടുകൂടി, രാവിലെ 11 മണിയോടുകൂടി ഇരു ദേശത്തിന്റെ എഴുന്നള്ളത്ത് അതാത് മൂലസ്ഥാനത്ത്, അത് ഇരു ദേശത്തിനും മൂലസ്ഥാനത്ത് നിന്ന് സ്റ്റാർട്ടായിട്ട് പഞ്ചവാദ്യത്തിന്റെയും പാണ്ഡ്യമേളത്തിന്റെ അകമ്പടിയോടുകൂടി ഏകദേശം 4:30 നമ്മുടെ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന് മുന്നിൽ അണിനിരക്കും. അതായത് വേലപ്പറമ്പിൽ വന്ന് 2 ഇരുദേശക്കാരും എത്തും. ചെറിയ രീതിയിൽ കുടമാറ്റം ഉണ്ടാവും. അതിനുശേഷം ഇരുദേശത്തിന്റെയും ഗജവീരന്മാര് കാവ് കയറി ഇറങ്ങിയതിനു ശേഷം വെടിക്കെട്ട് സ്റ്റാർട്ടാവും. പിന്നെ പ്രത്യേകം എടുത്തു പറയുകയാണ്, ഇരു ദേശത്തിന് വെടിക്കെട്ട് 6 മണിക്ക് ശേഷമാണ് സ്റ്റാർട്ട് ആവുക. ഏകദേശം 6 മണിക്ക് മുന്നായിട്ട് എല്ലാവരും വേലപ്പറമ്പിൽ എത്താനായിട്ട് ശ്രമിക്കുക. ഫ്രണ്ട്സ്, ഇത് ഏപ്രിൽ 3-ാം തീയതി വേല നടക്കുന്ന ദിവസത്തെ പരിപാടിയാണ് ഞാൻ പറഞ്ഞത്. അതിന് മുന്നായിട്ട് നമ്മൾ വേല തലേ ദിവസം, വേല 3-ാം തീയതിയാണ്. 2-ാം തീയതി മെയിനായിട്ട് നടക്കുന്ന 2 പരിപാടികൾ എന്താണെന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ സാമ്പിൾ വെടിക്കെട്ടുണ്ടാവും. ആ സാമ്പിൾ വെടിക്കെട്ട് എപ്പോഴാണെന്ന് വെച്ചാൽ 2-ാം തീയതി ഈവനിങ് അതിന്റെ മൂലസ്ഥാനമുണ്ട്. നെന്മാറ ദേശത്തിന്റെ മൂലസ്ഥാനത്തായിരിക്കും നെന്മാറ ദേശത്തിന്റെ വെടിക്കെട്ടുണ്ടാവും. സാമ്പിൾ വെടിക്കെട്ട്, ചെറിയ രീതിയിൽ സാമ്പിൾ വെടിക്കെട്ടുണ്ടാവും. അതുപോലെ തന്നെ വലയ ദേശത്തിന്റെ ശിവക്ഷേത്രത്തിന്റെ പരിസരത്തായിട്ടായിരിക്കും സാമ്പിൾ വെടിക്കെട്ടുണ്ടാവുക. അതുപോലെ തന്നെ 2-ാം തീയതി രാവിലെ 11 മണിയോടുകൂടി ഇരു ദേശത്തിന്റെയും ആനച്ചമയ പ്രദർശനം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ഫ്രണ്ട്സ്, പിന്നെ ഒരുപാട് പേര് നമ്മുടെ കേരളത്തിൽ അങ്ങനെയുള്ള ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ സ്റ്റേ ചെയ്യാൻ പറ്റും, അതിനൊരു സൗകര്യം ഉണ്ടോ? ഫ്രണ്ട്സ്, അപ്പൊ സ്റ്റേ ചെയ്യുന്ന കാര്യം നടക്കില്ല. കാരണം ഇവിടെ വേല, ഈ നെന്മാറ വേലയായിട്ട് ഏകദേശം 2 മാസം മുന്നേ തന്നെ നമ്മുടെ പരിസരത്തുള്ള റൂമുകളും കാര്യങ്ങളൊക്കെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടാവും, എല്ലാം ഫില്ലായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ വരുന്നവരെല്ലാവരും എന്താ പറയാ, വേലപ്പറമ്പിൽ വന്ന് അവിടെ സ്റ്റേ ചെയ്ത് പുലർച്ചെ വെടിക്കെട്ടും കഴിഞ്ഞ് തിരിച്ചു പോകാനുള്ളതാണ് ഏറ്റവും വലിയ മാർഗം. അതേ പറ്റുള്ളൂ. അല്ലാതെ റൂമുകളും കാര്യങ്ങളൊന്നും ഇവിടെ അവൈലബിൾ അല്ല. അതൊക്കെ 2 മാസം മുന്നേ തന്നെ ഫില്ലായി കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ? വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇരു ദേശക്കാരും ചെറിയ രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം രാവിലെ ഒരു ഉച്ചയോടുകൂടി അതെല്ലാം ഫില്ലാവും. പിന്നെ വരുന്നവരാണെങ്കിൽ വണ്ടി വേലപ്പറമ്പിൽ അങ്ങനെയുമായിട്ടൊക്കെ പാർക്ക് ചെയ്യുക, സൗകര്യമുള്ളവരെയൊക്കെ പാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, വരുന്നവരെല്ലാം ഏകദേശം ഉച്ചയോടുകൂടി തന്നെ വേലപ്പറമ്പിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് നിന്ന് അതർ ജില്ലകളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് ഏകദേശം ഉച്ചയോടുകൂടി ഇവിടെ എത്താൻ ശ്രമിക്കുക. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 4 കിലോമീറ്റർ അപ്പുറത്തേക്ക് ബസ്സുകളൊക്കെ വരുള്ളൂ. ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എത്താൻ പറ്റും. അതിനുശേഷം 4 മണിക്ക് ശേഷം പിന്നെ ബസ്സുകളൊക്കെ ഇങ്ങോട്ട് ഉണ്ടാവില്ല. ഏകദേശം 4 കിലോമീറ്റർ ഇങ്ങോട്ട് നടന്നു വരുന്ന ഒരു അവസ്ഥയായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഏകദേശം ഉച്ചയ്ക്കുള്ളിലായിട്ട്, ഒരു 2 മണിക്കുള്ളിലായിട്ട് വേലപ്പറമ്പിൽ എത്താനായിട്ട് ശ്രമിക്കുക. അപ്പൊ വേല ദിവസം ഏകദേശം 6 മണിക്ക് ശേഷം 20 ദേശക്കാരുടെയും വെടിക്കെട്ട് കഴിയും. അത് കഴിഞ്ഞ് പിന്നെയുള്ള വെടിക്കെട്ട് പറഞ്ഞാൽ പുലർച്ചെ വെടിക്കെട്ടാണ്. ഈ ഒരു നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രവും ഇവിടെ ബസ് സ്റ്റാൻഡിൽ ഏകദേശം അടുത്തടുത്താണ്. ഏകദേശം 100 മീറ്റർ മാത്രം അകലമുള്ളൂ. അപ്പൊ വരുന്നവർക്ക് വേല ദിവസത്തെ ഈവനിങ് വെടിക്കെട്ടും കഴിഞ്ഞ് പുലർച്ചെ വെടിക്കെട്ട് 3:45 സ്റ്റാർട്ടാവും. അപ്പൊ പുലർച്ചെ വെടിക്കെട്ടും കഴിഞ്ഞ് ഏകദേശം 6 മണിയോടുകൂടി ബസ് സ്റ്റാർട്ടാവും ഇവിടുന്ന്. അപ്പൊ അവർ തിരിച്ചു പോവാം. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ നെന്മാറ വേലന്റെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളൂ.
അപ്പോൾ ഇതിന്റെ ഫുൾ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റായിട്ട് അറിയിക്കുക. അപ്ഡേഷൻ കാര്യങ്ങൾ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫോളോ ചെയ്ത് വെക്കുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്ഡേഷൻ കാര്യങ്ങൾ തുടർന്ന് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഏപ്രിൽ 3-ാം തീയതിയാണ് വേല. അപ്പോൾ ഏപ്രിൽ 3, 2-ാം തീയതിയൊക്കെയായിട്ട് ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ എല്ലാവരും കാണാം. അപ്പോൾ എല്ലാ മലയാളികൾക്കും, അതായത് നെന്മാറ വേല ഇഷ്ടപ്പെടുന്ന എല്ലാ മലയാളികൾക്കും വെടിക്കെട്ടിന്റെ തറവാടായിട്ടുള്ള നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഏപ്രിൽ 3-ാം തീയതി സ്വാഗതം.